ആറ്റിൽ ജലനിരപ്പ് ഉയരുന്നു. ഇരു കരകളിലും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം. കാര്യം താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയെന്നാണ് ടോബിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ടോബി ജോൺസൺ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ടോബി ജോൺസൺ. മീനച്ചിലാറ്റിലെ പ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങൾ പ്രത്യേകിച്ചും, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഗുഡ് മോർണിംഗ് എസ് കെ. താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കൂടുതലായി ഒഴുകിയെത്തുന്നു എന്നുള്ള വിവരം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലും ശക്തമായ മഴ പെയ്തു. ഇന്നലെ പുലർച്ചെ പെയ്ത അതിശക്ത മഴയെ തുടർന്നാണ് പാലാ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടായത്. മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നത്. അവിടെ മുന്നറിയിപ്പ് നിരപ്പെന്ന് പറയുന്നത് 11.3 എന്നാൽ അതിനു മുകളിലേക്ക് 11.53 ഇന്നലെ ഉയർന്നിരുന്നു. അതിനുശേഷം അവിടെ ഇപ്പോൾ 10.72 കുറഞ്ഞിട്ടുണ്ട്. അതായത് പാലാ ഭാഗത്തു നിന്നും വെള്ളം ഒഴുകി താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് താഴത്തങ്ങാടി ഭാഗത്താണ്. നമുക്കിവിടെ കാണാം ജലനിരപ്പ് ഏകദേശം ഈ ഭൂനിരപ്പിനൊപ്പം എത്തിയിരിക്കുന്നത്, റോഡിനോട് ഒപ്പം എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് നേരിട്ട് ദൃശ്യമുണ്ട്. പേരൂർ ഭാഗത്ത് നിരപ്പ് എന്ന് പറയുന്നത് 5 പക്ഷേ ഇപ്പോൾ അത് 6.21 ഉയർന്നിട്ടുണ്ട്. അതായത് അപകട നിരപ്പിന് മുകളിലേക്ക് 6.1 അപകട നിരപ്പ്, അതിന് മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നീലിമംഗലം, കോടിമത, നാഗമ്പടം, കുമരകം, തിരുവാർപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്നു വരുന്നു എന്നാണ് നമുക്ക് ഈ ഔദ്യോഗികമായിട്ട് ലഭിക്കുന്ന അറിയിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരെല്ലാം തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ടെന്നാണ് ഇന്നലെ ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചത്. അത് മീനച്ചിൽ താലൂക്കിലാണ്. അതുകൂടാതെ മറ്റ് സ്ഥലങ്ങളിലൊന്നും നിലവിൽ ക്യാമ്പുകൾ തുറന്നിട്ടില്ല. ഏതെങ്കിലും ആളുകൾക്ക്